നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടുകൾ കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നത് സീരിയസ് ആകുമോ? അന്വേഷണത്തെക്കുറിച്ച് നിയമസഭയിൽ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുമ്പോൾ SFIOയെ സർക്കാർ ഭയക്കുന്നുവെന്നാണോ? പിണറായി വിജയന്റെ മകൾ എന്ന പ്രത്യേക പരിഗണന വീണ വിജയന് കിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഇന്ന് പറഞ്ഞെങ്കിലും ഒത്തുകളി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അമ്മയുടെ പെൻഷൻ തുകയിൽ നിന്നാണ് കമ്പനി തുടങ്ങിയതെന്ന മുഖ്യമന്ത്രിയുടെ വാദം അതിനുശേഷമുണ്ടായ ക്രമക്കേടുകൾക്ക് ന്യായീകരണമാകുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഉള്ളാലെ ശുദ്ധമെങ്കിൽ അന്വേഷണത്തെ ഭയക്കുന്നതെന്തിന്? പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, കോൺഗ്രസ് വക്താവ് ശ്രീ ജിൻഡോ ജോൺ, CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ് എന്നിവർ ചേരുകയാണ്. ആദ്യം ഡോക്ടർ B ജയരാജ്, SFIOയുടെ അന്വേഷണം അത് സീരിയസ് ആയ ഒരു അന്വേഷണമാണെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അതുപോലെ തന്നെ രാഷ്ട്രീയമായി നേരിടും എന്ന് CPM എന്തിനാണ് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നത്? ഇതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത്? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായുള്ള അന്വേഷണമല്ലേ SFIO നടത്തുന്നത്? ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ആദ്യമേ അന്വേഷിക്കേണ്ടി വരും. ഒന്ന്, നമ്മളിപ്പം ഉദാഹരണത്തിന് ഒരു വേൾഡ് സിനേറിയോ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇറാഖിൻ്റെ അറ്റാക്ക് നടന്ന സമയത്ത് അവർ പറഞ്ഞത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ അന്വേഷിച്ചു കെമിക്കൽ ബയോളജിക്കൽ വാർഫെയർ എന്തെല്ലാമാണ് പറഞ്ഞത്. അവസാനം ആ രാജ്യത്തിനെ ശിഥിലമാക്കി ഭിന്നമാക്കി കളച്ചതിന് ശേഷം അവിടെ അത്തരം ഒരു ആയുധവും ഇല്ല, പിന്നെ ആട് കിടന്നെടുത്ത് രോമം പോലും ഇല്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തി. അതുപോലെയാണ് നിരന്തരമായി വരുന്ന ഇത്തരം ആരോപണങ്ങൾ. മുഖ്യമന്ത്രിയെ കോർണർ ചെയ്തുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രിയുടെ മക്കളുടെ പേരിലാണ് ആരോപണം ഇല്ലാതെ കടന്നുപോയിട്ടുള്ളത്? വളരെ അപൂർവമായിട്ടുള്ള ഒന്നോ രണ്ടോ ഒരാളെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെയും മക്കളുടെ പേരിൽ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അത് ഈ മുഖ്യമന്ത്രിയുടെ മക്കളെ അതായത് നമ്മൾ മഹാഭാരത കഥ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മഹാഭാരതത്തിൻ്റെ കഥ തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്ന കാര്യമാണ്. അതായത് ഈ ദ്രോണാചാര്യരെ കൊല്ലുന്നത് അശ്വത്ഥാമ ഹത എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മക്കളെ കോർണർ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വളരെ കൃത്യമാണ്. എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 3 ROCമാരുടെ അന്വേഷണം നടക്കുന്നുണ്ട്. SFIO അന്വേഷണം വേണമെന്നുള്ള ആവശ്യം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ CMRL രേഖാമൂലം നിഷേധിച്ച SFIOയുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഷോൺ ജോർജ് നൽകിയ ഹർജി ഉണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ SFIOയുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ SFIOയുടെ അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നത്? എന്തിനാണ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഇത്രമാത്രം ഇടപെടൽ നടത്തണമെന്ന് തോന്നുന്നത്? ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിലെ ക്രമക്കേടാണ് അന്വേഷിക്കുന്നത്. അതാണല്ലോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കർത്തവ്യം, അവരുടെ അന്വേഷണ പരിധിയിൽ വരുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് പാർട്ടി ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നത്? രാഷ്ട്രീയമായി നേരിടുമെന്ന് ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ വളരെ ബാലിഷ്യമാണ്. ആദ്യമേ മാസപ്പടി എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ മാസപ്പടി എന്നുള്ള വാക്ക് ആരും യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, സീരിയസ് ഫ്രോഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 1.7 കോടി രൂപയൊക്കെ സീരിയസ് ഫ്രോഡ് ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട് എത്രയോ കേസുകൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നു. കുഴൽനാടൻ്റെ 50 ഏക്കർ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് കിടക്കുന്നു. പിന്നെ കെ ബാബുവിൻ്റെ സ്വത്ത് ED കണ്ടുകിട്ടിയത് കിടക്കുന്നു. അതൊന്നും നമുക്ക് ചർച്ചയല്ല. അതിനോടൊപ്പം തന്നെ മറ്റ് പല കേസുകൾ, VD സതീശന് കിട്ടിയ 150 കോടിയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. എല്ലാവർക്കും ഒരാൾ മാത്രമേ ഉള്ളൂ, ഭരിക്കുന്ന കക്ഷി അല്ലെങ്കിൽ അതിൻ്റെ CM, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഈ അന്വേഷണത്തിൻ്റെ ആംഗിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോടതി നോട്ടീസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയതാണ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്ന ഒരു കേസാണ്. അപ്പോഴാണ് ഇതൊന്നും പോരാഞ്ഞിട്ടൊരു പുതിയ കേന്ദ്ര സംഘത്തെ നിയോഗിച്ചത് 8 മാസം കാലാവധിയായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലതരം ഏജൻസീസ് വേട്ടയാടുന്നതിന് മുൻപുള്ള ഇതിൻ്റെ പ്രൊസീഡിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് പറ്റും. ഒരുപാട് കേസുകൾ ഇതുമാതിരി ആരോപണങ്ങളായിട്ട് വന്നു, പുകമറയായിട്ട് നിറഞ്ഞു നിന്നു. ഒരു ഇലക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ധാരാളം വരാറുണ്ട്. ആ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിനെക്കുറിച്ച് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പെട്ടെന്ന് നമുക്ക് അതിനകത്ത് മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം പ്രതികളെ കണ്ടുപിടിക്കും. അങ്ങനെ പെട്ടെന്ന് എടുത്തു പിടിച്ച് ഇന്ന് നാളെ ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ല, ഒരാളെ കോടതി കയറ്റാൻ പറ്റില്ല. കേരള രാഷ്ട്രീയത്തിൽ ആകെപ്പാടെ ഒരു രാഷ്ട്രീയ നേതാവിനെ പിടിച്ചിട്ടുള്ളൂ, അത് R. ബാലകൃഷ്ണപിള്ളയാണ്. അല്ലാതെ ആരും ശിക്ഷ അനുഭവിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞിട്ട്
ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ഇല്ലാതാക്കും. തൊട്ട് മുമ്പിൽ വന്ന ഏറ്റവും ഒടുവിൽ വന്ന വിവാദം അതൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. കൈതോലപ്പായ വിവാദം, പിന്നീട് അതിനു മുമ്പുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം, അറ്റാഷ എവിടെ പോയെന്നുള്ള കാര്യം ആരും അന്വേഷിക്കുന്നില്ല. പിന്നെ ആ സ്ത്രീ പറഞ്ഞ് അത് വളരെ വലിയ കാര്യമായി മാധ്യമങ്ങളെല്ലാം കുറേ നാൾ കൊണ്ടാടാൻ തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ അതിനെക്കുറിച്ചും പറയുന്നില്ല. പലതരത്തിലുള്ള ഏജൻസികൾ വന്നു. അന്വേഷണ ഏജൻസികളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് CM തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ യാതൊരു ഭയപ്പാടും ഇല്ലാതെ ഈ അന്വേഷണങ്ങളെല്ലാം അങ്ങനെയാണെങ്കിൽ ഇന്നലെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് രൂപേണ ഇക്കാര്യം വന്നപ്പോൾ അല്ലല്ല, മുഖ്യമന്ത്രി സഭയിൽ പോലും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അങ്ങനെ ഒരു നോട്ടീസ് അവതരിപ്പിക്കുന്നതിന് പോലും അവിടെ അനുവദിച്ചില്ല, നിയമസഭയിൽ അനുവദിച്ചില്ല. നിയമസഭയിൽ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജിൻഡോ ജോൺ, ഇത് വലിയ സീരിയസ് അല്ല എന്നുള്ള നിലപാടാണ് ഡോക്ടർ B. ജയരാജ് കണ്ടെത്തുന്ന വാദം. കാരണം ഇതിനു മുൻപും ഇതേ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇവിടെ നടന്നതാണ്, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇതിന് നൽകുന്ന വിശദീകരണവും. അല്ല മഞ്ജുഷേ, അദ്ദേഹം എത്ര ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചത്. സത്യത്തിൽ LDFന്റെ പ്രതിനിധി അദ്ദേഹം വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ആ കമ്പനിയുടെ പേര് പോലും പരാമർശിക്കാതെയാണ് സംസാരിച്ചത്. ആ വിഷയത്തെക്കുറിച്ച് ഒഴിച്ച് ബാക്കി ലോകത്തുള്ള മുഴുവൻ കാര്യം, ഇറാഖിലെ അധിനിവേശത്തെക്കുറിച്ച് വരെ അദ്ദേഹത്തോടെ സംസാരിച്ചു പോയി. അദ്ദേഹം VD സതീശന്റെ 150 കോടി രൂപയുടെ അഴിമതിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഒരു MLA നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ചത്? അതിന് പുറത്ത് CPMന്റെ ബാക്കി 98 MLAമാർക്ക്, പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് പറയാനാവില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? ഇനി അതിനപ്പുറത്ത് VD സതീശൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നിങ്ങളല്ലേ ഭരിക്കുന്നത്? എന്തുകൊണ്ട് ഇതിങ്ങനെ കൊണ്ടുപോയി തിരിച്ച് കർണാടകയ്ക്ക് കൊണ്ടുപോയപ്പോൾ ഒക്കെ നിങ്ങൾ എന്ത് നോക്കിയിരിക്കുമായിരുന്നു? നാണമില്ല ഇതൊക്കെ പറയാനായിട്ട്? ഏതെങ്കിലും വെളിവില്ലാത്തവന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ട് അത് വീണ്ടും വന്ന് ചാനലുകളിൽ വന്ന് വീണ്ടും വൊമിറ്റ് ചെയ്യാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കേട്ടിരിക്കാനായിട്ട്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. പിന്നെ നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടാൻ നോക്കുന്നു. പണ്ട് ബ്രണ്ണൻകോളേൻ്റെ വരാന്തയിൽ ഊരിപ്പിടിച്ച വടിവാളിനും വാക്കത്തിയുടെയും മറ്റേ പിച്ചാത്തിയുടെയും ഒക്കെ മുന്നിലൂടെ ഉരുമാറ് കാട്ടി നടന്നു, തോക്കിൻ്റെ മുമ്പിൽ മാറ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്ക് എന്തുകൊണ്ടാണ് വേട്ട എന്ന് പറയുന്നത്? നാണാവില്ലേ അതൊക്കെ പറയാനായിട്ട്? നിങ്ങളെ വേട്ടയാടുന്നു എന്ന് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾ കോടതിയിൽ പോകണം. നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഇത്തരം ആക്ഷേപം വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താ? വീണയെ കേട്ടില്ല, വീണയുടെ ഭാഗവും വീണയുടെ കമ്പനിയുടെ ഭാഗവും കേട്ടില്ല എന്ന്. ROC അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കുറെ കൂടി വ്യക്തമായി. വീണയ്ക്ക് പറയാനുള്ളത് ഒന്നും പറഞ്ഞിട്ടില്ല, കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളും അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഇത് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഫ്രോഡല്ലെന്ന്. 1,72,00,000 രൂപയുടെ അന്വേഷണം സീരിയസ് ആയിട്ടുള്ള ഒരു ഫ്രോഡല്ലെന്ന് ഞാനും പറയുന്നത് തന്നെയാണ്. ഈ 1,72,00,000 രൂപ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ട്, മകന്റെ അമ്മായച്ചന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ വന്നിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളെയും ആക്ഷേപങ്ങളെയും അന്വേഷിക്കണം. അപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആവും. ജയരാജ് പറഞ്ഞ പോലെ ഈ 1,72,00,000 എന്ന് പറയുമ്പോൾ സീരിയസ്നെസ് കുറവുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടി കണക്ട് ചെയ്ത് അന്വേഷിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് ഇവിടുത്തെ കരാറുകൾ മുഴുവൻ ടെൻഡർ ഇല്ലാതെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ നിയമസഭയ്ക്കകത്ത് വന്നു. അതിൻ്റെ ഉടമയായിട്ടുള്ള ജയ്ക്ക് ബാലകുമാറുമായി ബന്ധപ്പെട്ട ആക്ഷേപം വന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ മെൻഡർ അദ്ദേഹമാണെന്ന് പറഞ്ഞപ്പോൾ വെബ്സൈറ്റ് ഇല്ലാതെയാവുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ. പിന്നെ തിരിച്ചു വരുമ്പോൾ ആ വെബ്സൈറ്റിൽ ജയ്ക്ക് ബാലകുമാർ എന്ന് പറഞ്ഞ മെൻഡർ ഇല്ലാതെയാകുന്നു. അപ്പോൾ എത്രത്തോളം കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ തള്ളി പറഞ്ഞ സ്വപ്ന സുരേഷിനെ നിയമിക്കാനായിട്ടുള്ള ചരടുവലി നടന്നത് ഏത് കമ്പനിയും ഏത് കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ അറിയാമല്ലോ. അത് ഈ ജയ്ക്ക് ബാലകുമാർ വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വപ്ന സുരേഷ് എന്ന് തൊട്ട അസ്പർശിയായിട്ടുള്ളത് എന്ന് തൊട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറായി മാറുന്നത്? നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കാതിൽ സ്വകാര്യം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ആൾ, മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ 100 ദിവസം ജയിലിൽ കിടന്നത് എന്തിനാ? ആ കേസിൽ കൂട്ടുപ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിനെയാണ് നിങ്ങൾ ഇപ്പോൾ തള്ളി പറയുന്നത്. ആദ്യഘട്ടത്തിൽ നിങ്ങൾ ശിവശങ്കരനെ തള്ളി പറഞ്ഞില്ല. ഈ ശിവശങ്കരൻ 100 ദിവസം ജയിലിൽ കിടന്നത് എന്തിനു പേരിലാണെന്നറിയാവോ? ഈ ശിവശങ്കരൻ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഒപ്പിട്ട് കൊടുത്ത ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണ്ടേ? അപ്പോൾ നിങ്ങൾ പറയുന്ന കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വരണമെങ്കിൽ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് അന്വേഷിക്കണം. അന്വേഷിക്കട്ടെ. ഞങ്ങളിപ്പോ നിങ്ങൾ കുറെ അന്വേഷണം നടക്കില്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ശ്രീ ജിൻഡോ, ഇപ്പോഴും നിങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് അന്വേഷണം നടക്കില്ല എന്നാണല്ലോ. ഇന്ന് തന്നെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്ന പ്രത്യേക പരിഗണന വീണ വിജയന് കിട്ടില്ല, ക്രമക്കേട് കണ്ടതുകൊണ്ടാണ് ഇത്തരമൊരു ഏജൻസിയെ അന്വേഷണം ഏൽപ്പിച്ചത് എന്നാണ്. ഇതിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ ഈ ഒരു പ്രതികരണത്തെ?
ഈ കേന്ദ്രത്തിൽ നിന്ന് വി മുരളീധരൻ അല്ലാതെ ഒരു മന്ത്രി പ്രതികരിക്കുന്നത് ആദ്യമായിട്ടാണല്ലോ ഈ വിഷയത്തിൽ. അല്ല ഇതിനു മുമ്പ് മറ്റൊരു മന്ത്രി പ്രതികരിച്ചു മഞ്ജുഷേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വന്ന് അദ്ദേഹം പ്രതികരിച്ചില്ലേ? ഏത് ഓഫീസിലാണ് സ്വർണ്ണക്കടത്ത് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനിലേക്ക് മാത്രമാണ് കൈവലങ്ങൾ എത്തിയത്. അതിനപ്പുറത്തേക്ക് അന്വേഷിക്കാനായിട്ട് തയ്യാറായില്ല കേന്ദ്ര ഏജൻസികൾ. ഞാൻ പറഞ്ഞ ഈ വിഷയത്തിൽ ഇപ്പോൾ എക്സാലോജിക്കും CMRL തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് തന്നെ SFIO അന്വേഷണം പ്രഖ്യാപിച്ചതിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് മീനാക്ഷി ലേഖി കേന്ദ്രമന്ത്രി പറഞ്ഞത്. അപ്പോൾ അതിനെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല, ഞാൻ അതിൽ അവർ പറയുന്നതിന് സ്വാഗതാർഹമായിട്ടല്ലേ ഇരിക്കുന്നത്. കേന്ദ്രമന്ത്രി പറയുന്നു യാതൊരു പരിഗണനയും വീണ വിജയന് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് സ്വാഗതാർഹമാണ്. പക്ഷേ അങ്ങനെ തന്നെ നടക്കണം. കാരണം ഈ CMRL കമ്പനിയിൽ റെയ്ഡ് നടന്നതിന് ശേഷം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ട്. വീണ വിജയന്റെ കമ്പനിക്ക് എക്സാലോജിക്കിന് കൊടുത്തിരിക്കുന്ന പണം യാതൊരു സേവനവും നൽകാതെ അത് അഴിമതിക്ക് തുല്യമായിട്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള ട്രാൻസാക്ഷനാണ് നടന്നിരിക്കുന്നത്, ഇല്ലീഗലാണ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടെത്തലുണ്ടായിരിക്കുമ്പോൾ തന്നെ അതിന് തുടർന്നുള്ളൊരു നടപടി പിന്നീട് ഉണ്ടായില്ല. അങ്ങനെ ഒരു നടപടി മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ? അല്ലല്ലോ. അപ്പോൾ അതിനപ്പുറത്ത് അന്ന് CBIക്ക് കേസെടുക്കാവുന്നതാണ്, EDക്ക് അന്വേഷിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ CBIയോ EDയോ ഒക്കെ അന്വേഷിക്കേണ്ട സാഹചര്യമല്ലേ? അപ്പോൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ വേണ്ടത്ര ഒരു താല്പര്യത്തോടെ ആർജവത്തോടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിരീക്ഷണം. അതിനപ്പുറത്ത് ഉണ്ടെങ്കിൽ ഇത്രയും കാലം വൈകേണ്ട കാര്യമില്ലല്ലോ. ഓരോ ഏജൻസിയുടെയും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതല്ലാതെ അതിനപ്പുറത്ത് ഇവരെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാനോ നടപടി സ്വീകരിക്കാനോ എന്തുകൊണ്ടാണ് ഇനിയും വൈകുന്നത്? ഇപ്പൊ ROCക്ക് കൊടുത്തിരിക്കുന്ന മറുപടി തൃപ്തികരമല്ലെന്നും അവ്യക്തവും അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണെന്നും ഒക്കെ പറയുമ്പോൾ തന്നെ വീണ വിജയനെതിരെയുള്ള അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് ഈ മെല്ലപ്പോക്ക്? മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായിരുന്നെങ്കിൽ, വേറെ ഒരു സാധാരണപ്പെട്ട ഒരു ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ ഈ നടപടി ആയിരിക്കോ? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനാക്ഷി ലേഖി പറഞ്ഞ അഭിപ്രായത്തെ സ്വാഗതാർഹമാണ്. പക്ഷേ അത് അതേ അർത്ഥത്തിൽ തന്നെ നടപ്പാക്കപ്പെടണം. അല്ലാതെ ഇതിങ്ങനെ കാലതാമസം വരുത്തിക്കൊണ്ട് ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് കൈവക്കിക്കൊണ്ട് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് ഈ ഗിരിപ്രഭാഷണം നടത്താനുള്ള അവസരം കൊടുക്കുന്നതിലല്ല കാര്യമുള്ളത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീജിത് പണിക്കർ, ജിൻഡോ പറഞ്ഞതുപോലെ ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ഈ സമ്മേളന കാലത്ത് തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ കൈകൾ ശുദ്ധമാണ് എന്നുള്ള കാര്യം. അവിടെയാണ് ഈ പെൻഷൻ തുക കൊണ്ടാണ് ഇങ്ങനെയൊരു കമ്പനി മകൾ തുടങ്ങിയത് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു, അമ്മയുടെ പെൻഷൻ തുകയിൽ നിന്ന്. പക്ഷേ അവിടെ പറഞ്ഞപ്പോഴും ചില സാങ്കേതികമായ പ്രശ്നങ്ങളില്ലേ? ഈ കമ്പനി എങ്ങനെ തുടങ്ങിയതാണ് എന്നതല്ല പ്രശ്നം. കമ്പനിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏതെല്ലാം ക്രമക്കേടുകളിലേക്ക് ഈ കമ്പനി ചെന്നു വീണു എന്നതാണല്ലോ. അപ്പോൾ ആ വിശദീകരണത്തിലും ചില പിഴവുകളില്ലേ? ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ നൽകിയ വിശദീകരണത്തിലും. പക്ഷേ ഇവിടെ ജിൻഡോ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണമാണ്. പക്ഷേ അതത്ര സീരിയസ് ആകുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. മഞ്ജുഷ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ച് തൻ്റെ കൈകൾ ഉയർത്തി അത് ശുദ്ധമാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആരോപണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം എങ്ങനെയാണ് ഒരാൾ നൽകേണ്ടത്? ഇതാ നോക്കൂ, തുടരന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു, മകളുടെ പേരിലുള്ള കമ്പനിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ആ അന്വേഷണത്തെ താൻ സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറയുന്നതിന് പകരം നിയമസഭയിൽ വന്ന് നീ കൈ പൊക്കി കാണിച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടോ? അതുകൊണ്ട് ഗുണമില്ല. അതുകൊണ്ട് ആരെങ്കിലും വിശ്വസിക്കാൻ പോകുന്നുണ്ടോ? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടി അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളായിട്ടുള്ള മുന്നണി അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കും എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുസമൂഹമോ പ്രതിപക്ഷമോ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഒരു ആരോപണമുണ്ടെങ്കിൽ, ഒരു കണ്ടെത്തലുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ആർക്കും വേണമെങ്കിൽ പറയാമല്ലോ. നമ്മുടെ നാട്ടിൽ അഴിമതി ആരോപണം നേരിടുന്ന ഏതൊരാൾക്കും ഈ കൈകൾ ഉയർത്തിയതിനു ശേഷം പറയാം എന്താ എൻ്റെ കൈ ശുദ്ധമാണ് എന്ന്. അങ്ങനെയല്ല, അത് കണ്ടുപിടിക്കാനായിട്ടൊരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുക, അതിനോട് ചേർന്ന് പോവുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടുന്ന കാര്യം. അത് അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്ന കാര്യമാണ് ഒന്നാമത്. അല്ല, അക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറയുന്ന മറ്റൊരു വിശദീകരണമുണ്ട്. ഉള്ളാലെ ഭയപ്പാടില്ല, അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്, അതല്ലാതെ അതിലങ്ങോട്ട് അങ്കലാപ്പ് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അല്ല, അതൊരു പക്ഷേ ഈ കാര്യങ്ങളുടെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം ചിരി വരുന്നത്. എനിക്കതിൽ ചിരി വരുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും അതിൽ ചിരി വരുമെന്ന്. കാരണം ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് വന്നിട്ട് നമ്മളോട് പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ മകൾ ഇന്ന രീതിയിലുള്ള ക്രമക്കേടുകൾ കാണിച്ചിട്ടുണ്ട്, ഇതായിരുന്നു ഇവിടുത്തെ പ്രശ്നമെങ്കിൽ ശരിയാണ്, ഉള്ളാലെ ചിരി വരാം.
തെളിവ് എവിടെ എന്ന് ചോദിക്കാം. മറ്റു പല രാഷ്ട്രീയ ആരോപണങ്ങൾ പോലെ തന്നെ ഇതിനെ പുച്ഛിച്ച് തള്ളാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട ഏജൻസികൾ, അതിലൊന്ന് ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ്, അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു രാഷ്ട്രീയ ആരോപണമേ അല്ല. നേരെ മറിച്ച് അവർ പറയുകയാണ്, ദാ ഇദ്ദേഹത്തിന്റെ മകൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ ഇങ്ങനെ ഭീമമായിട്ടുള്ള തുക വാങ്ങിയിട്ടുണ്ട്, അത് ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധുത്വത്തിന്റെ പുറത്താണ്, അതുകൂടാതെ അദ്ദേഹവും വേറെ പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ആ കമ്പനിയുടെ ആൾക്കാരെയൊക്കെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് വളരെ ഗുരുതരമാവുകയും അതിൽ തന്നെ ഈ KSADCയും ഒക്കെ വരികയും ആ KSADCയുടെ ഒരു മൈനർ സ്റ്റേക്ക് ഹോൾഡർ എന്ന രീതിയിൽ, ഒരു ഷെയർ ഹോൾഡർ എന്ന രീതിയിൽ ഒരാൾ പരാതിപ്പെടുകയും ആ പരാതിയുടെ പുറത്ത് വീണ്ടും അത് അന്വേഷിക്കുകയും 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിക്കുകയും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും അതിൽ ഈ എക്സാലോജിക്ക് മാത്രമല്ല CMRലോ KSADCയോ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നവർ മനസ്സിലാക്കുകയും അവരുടെ മറുപടിയിൽ എത്രത്തോളം പോരായ്മകളുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഒരു 3 ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരു 4 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുകയും, എന്നാൽ അതിന്റെ ഗുരുതര സ്വഭാവം മനസ്സിലായിക്കൊണ്ട് അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് അന്വേഷിക്കേണ്ടത് എന്ന് കണ്ടുകൊണ്ട് ഈ 3 ആൾക്കാരെയും പിന്നീട് വേറെ ഒരു 3 ആൾക്കാരെയും കൂടെ ചേർന്നിട്ട് 6 പേരുടെ ഒരു വിപുലമായ ടീം എടുത്തിട്ട് അതിനെ അന്വേഷിക്കുകയാണ്. അപ്പൊ അങ്ങനെ നടന്നിരിക്കുന്ന ഒരു സംഭവം ഒരു രാഷ്ട്രീയ ആരോപണമാണ്. പക്ഷേ അവിടുത്തെ മറ്റൊരു വിശദീകരണം എന്ന് പറയുന്നത് ശ്രീ പണിക്കർ, ഈ കാലയളവ് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് നടക്കാൻ പോകുന്നത്. ഈ റിപ്പോർട്ട് വരികയാണെങ്കിൽ തന്നെ റിപ്പോർട്ട് വരുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഒരായുധമാക്കി കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശം. അതാണ് CPMന്റെ ഈ രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും എന്ന വാദത്തെ സാധൂകരിക്കുന്നത്. ഇന്നലെയും ഗോവിന്ദ മാസ്റ്റർ ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള, ഇതിനു മുൻപും ഞങ്ങളിത് അനുഭവിച്ചതാണ്, ഇക്കാര്യങ്ങളാണ് CPMന്റെ വാദം. അല്ല, ഞാൻ അതാ പറഞ്ഞത്, ഇതൊരു ആരോപണമല്ല. നേരെ മറിച്ച് അതിന് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു എൻക്വയറി നടക്കുന്ന സമയത്ത് അതും 2 പ്രാവശ്യം 2 ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ക്രമക്കേടാണ് എന്നത് രേഖാമൂലം നമ്മുടെ മുന്നിലുള്ളപ്പോൾ അതിൽ വിശദമായിട്ടുള്ള SFIയുടെ ഒരു അന്വേഷണം ആവശ്യമുണ്ട് എന്ന് ഒരാൾ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് SFIO ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. ആ പരാതി ഉണ്ടാകുന്നത് ഏത് ഘട്ടത്തിലാണ്? ആ പരാതി ഉണ്ടാകുന്നത് ROCയുടെ തീരുമാനം ഉണ്ടാകുന്ന സമയത്താണ്. ROCയുടെ തീരുമാനം ഏത് സമയത്താണ് ഉണ്ടാകുന്നത്? ഇതേപോലെ തന്നെ പരാതിപ്പെടുന്ന സമയത്ത്. ആ പരാതി എവിടെ നിന്നാണ് വരുന്നത്? നേരത്തെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വരുമ്പോൾ. അപ്പൊ ഇതൊന്നും തെരഞ്ഞെടുപ്പ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പൊ അതിന് പേരിൽ ഒരു അന്വേഷണം ഉണ്ടാകുന്നു, ആ അന്വേഷണത്തിന് അവരൊരു കണ്ടെത്തൽ ഉണ്ടാകുന്നു, ആ കണ്ടെത്തൽ വളരെ ഗുരുതരമായതുകൊണ്ട് SFIO അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടൊരു ആവശ്യം അവിടെ മുന്നിലേക്ക് വെക്കുന്ന സമയത്താണ് SFIO അത് ഏറ്റെടുക്കുന്നത്. അതിന് തെരഞ്ഞെടുപ്പ് വരുന്നതുമായിട്ടോ 2 മാസത്തിനകത്തോ അല്ലെങ്കിൽ 6 ആഴ്ചക്കകത്തോ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നൊന്നും പറയുന്നതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഞാൻ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ 2 ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ്. അത് രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് ഇപ്പോഴും CPM ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഇതിങ്ങനെ ഉള്ളാലെ ചിരിച്ചു തള്ളാനുള്ള ഒരു വിഷയമല്ല. കൈ ഉയർത്തി കാണിച്ചതിന് ശേഷം ഞാനിതിൽ ക്ലീൻ ആണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യവുമല്ല. തന്നെയുമല്ല, അതിൽ ഒരു ഭാഗത്ത് പോലും ഈ ആരോപണത്തിനെ പറ്റി വിശദീകരിക്കാനായിട്ട് മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ഈ പണ്ട് പറയുന്നത് പോലെ പ്രത്യേക ആക്ഷൻ കാണിച്ചു എന്നും വടിവാളിന്റെ ഇടയിൽ കൂടി നടന്നിട്ടുണ്ട് എന്നും ഇന്ദ്രനെയും ചന്ദ്രനെയും കൂസാത്തയാളാണ് താൻ എന്ന് പറയുന്നതിന് കണക്കായിട്ട് അദ്ദേഹം പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് തന്റെ ബന്ധുത്വം വഴി ഈ ഒരു ഡീല് വന്നിരിക്കുന്നത് എന്നതിനെപ്പറ്റി പറയുന്നില്ല. ആ ഡീൽ എപ്പോൾ വരുന്നതാണ്? അത് മകൾ ബിസിനസ് നടത്തിയതിന് ശേഷം ആ ബിസിനസ്സിൽ നിന്ന് തെറ്റായ രീതിയിലുള്ള ഒരു ധനാഗമ മാർഗമായിട്ട് അതിനെ കാണുന്നു എന്നതാണ് ഇതിനകത്തിലെ കണ്ടെത്തൽ. അല്ലാതെ അത് പറയുന്ന സമയത്ത് ഭാര്യയുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിൽ എന്താ കാര്യം? അത് എത്ര തുകയാണ്? അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്ട് 1 ലക്ഷം രൂപയാണ്. നിങ്ങൾ കൃത്യമായിട്ട് പെൻഷൻ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ശ്രീമതി മറിയക്കുട്ടിക്ക് അവരുടെ മകൾക്ക് കൊടുക്കാനും ഇതേപോലെ 1 ലക്ഷം രൂപ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അതൊരു വലിയ കാര്യമായിട്ടോ വലിയ മഹത്കാര്യമായിട്ടോ ഒന്നും പറയേണ്ടുന്ന കാര്യമില്ല. നമ്മുടെ നാട്ടിലുള്ള എല്ലാ പേരൻസും ചെയ്യുന്ന കാര്യങ്ങളാണ്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ഡോക്ടർ ബി ജയരാജ്, മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വിശദീകരണം നൽകിയാൽ അതിൽ നാട്ടിൽ ആരെങ്കിലും അക്കാര്യത്തിൽ അതെന്താണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് ചിന്തിച്ചു പോകും. കാരണം ഇത് ഈ കമ്പനി തുടങ്ങിയതിന് കിട്ടിയ പണത്തെക്കുറിച്ചൊന്നുമല്ല, വീട്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് കമ്പനി തുടങ്ങിയത് എന്ന് പറഞ്ഞതുകൊണ്ട് അത് എന്ത് ന്യായീകരണമാകാനാണ്? അവിടെ ആ കമ്പനിയുടെ തുടർന്നുള്ള പ്രയാണത്തിൽ ആ കമ്പനി ചെന്നുപെട്ട ക്രമക്കേടുകൾ, അതിനെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ വിശദീകരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചാണ് വിശദീകരിക്കേണ്ടത്. അതുമാത്രമല്ല, SFIOയുടെ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം ഇതിനുള്ള ഒരു അവസരം മുഖ്യമന്ത്രിക്ക് കിട്ടേണ്ടത് ഇന്നലെയായിരുന്നു നിയമസഭയിൽ. അതിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്തു. അപ്പോൾ പിന്നെ മറയ്ക്കാൻ എന്തോ ഉണ്ട്? അതുമാത്രമല്ല, പാർട്ടി പറയുകയാണ് രാഷ്ട്രീയമായി നേരിടുമെന്ന്. ഇതിനകത്ത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ
ഇദ്ദേഹം പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ജിൻഡോ പറഞ്ഞ കാര്യമാണ്. ജിൻഡോ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കൊരു ബബിൾ ഗം എഫക്റ്റാണ് തോന്നുന്നത്. സംസ്കൃതത്തിൽ അതിനെ ചർവണമെന്ന് പറയും. ചവച്ച കാര്യം തന്നെ പിന്നെയും ചവച്ചുകൊണ്ടിരിക്കുക. പിന്നെ മണി ലോണ്ടറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ ആരോപണം ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഏത് മണി ലോണ്ടറി നടന്നത്, കള്ളപ്പണം വെളുപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ടാക്സ് പേ ചെയ്തിട്ടുള്ള ഒരു ഇടപാടിനകത്ത് എവിടെയാണ് മണി ലോണ്ടറി നടന്നത്, ഏത് മണിയാണ് വെളുപ്പിച്ചതെന്നൊന്നും ചുമ്മാതങ്ങ് അവിടെ ഇവിടെ ഓരോ ടേംസ് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതും വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. എന്ന് പറയുമ്പോൾ അല്ല, ഇത് പലതവണ ചർച്ച ചെയ്യേണ്ടി വരും, പ്രധാനപ്പെട്ട തീരുമാനം. അതിൽ പ്രധാന പോയിന്റുകൾ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് ഒളിച്ചോടുന്നത് ആരാണ്? പ്രധാന പോയിന്റുകൾ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് അല്ല, പ്രധാന പോയിന്റുകൾ ചർച്ച ചെയ്യുന്ന കാര്യം അവിടെ വരട്ടെ. അപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആരോപണങ്ങളല്ല, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് ഫാക്ട് തന്നെയാണ് എന്ന് വളരെ മനോഹരമായ ഭാഷയിൽ അദ്ദേഹം ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ അത് കാണുമ്പോഴാണ് നമുക്ക് കൂടുതലും ചിരി വരുന്നത്. ജെയിൻ ഹവാല കേസിൽ എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ 2-3 പേരുടെ പേര് ഒരു ഡയറിയിൽ എഴുതി വെച്ചിരുന്നതിനെക്കുറിച്ച് കോടതി വിധി ഉണ്ടായതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇത് രാഷ്ട്രീയ ആരോപണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് ഇലക്ഷൻ വരുന്ന സമയത്താണല്ലോ ഇത്തരം സാധനങ്ങളെല്ലാം. ഇതായത് ഇന്നലെ പെയ്ത മഴയിൽ പെട്ടെന്ന് പൊട്ടിമുളച്ച് വരുന്ന ചില പുൽച്ചെടികളെ പോലെ ഇത്തരം ആരോപണങ്ങൾ കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് SIO വരുന്നു, 5 അന്വേഷണ ഏജൻസികൾ വരുന്നു, അതിന് പുതിയതായിട്ട് SFI വരുന്നു, പുതിയ ആളുകൾ വരുന്നു, പുതിയ ടീം ഉണ്ടാക്കുന്നു, വേറൊരാൾ കേസ് കൊടുക്കാനായിട്ട് കോടതിയിൽ പോകുന്നു. കോടതിയിൽ കീഴ്ക്കോടതിയുടെ വിധിയെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ വീണ്ടും പെറ്റീഷൻ കൊടുക്കുന്നു. അപ്പോൾ ആകെപ്പാടെ ഒരു മേളവും പുകയുമാണ് ഈ ഒരു സമയത്ത്, ഇലക്ഷൻ സമയത്ത്. അപ്പോൾ ആളുകളുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് മുഖ്യമന്ത്രി നിന്നു കൊടുക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ എന്താ കുറ്റം? മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് വെച്ച് സംസാരിക്കണമെന്ന കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് തന്നെയാണ്. അതേ കാര്യം തന്നെ പിന്നീട് അടുത്ത ദിവസവും പറയേണ്ടെന്ന കാര്യമില്ലല്ലോ. ഈ ആരോപണങ്ങളായിട്ടുള്ള എല്ലാ ആളുകളും അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ടോ? കുഴൽനാടൻ ഭൂമി ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്തോ? ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള ഓരോ ആരോപണങ്ങൾ, അത് തലയ്ക്ക് വെളിവില്ലാത്ത ഒരാൾ നിയമസഭയിൽ ഉന്നയിച്ചാൽ അയാൾ നിയമസഭയിലും ഉന്നയിച്ചു, നിയമസഭയുടെ പുറത്തും ഉന്നയിച്ചു. എന്തുകൊണ്ടേ ഇതുവരെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരും അതിനെതിരെ ഒരക്ഷരം പോലും പറയാതിരുന്നത്? എന്തുകൊണ്ടാണ് അവർ മറുപടി പറയാതിരുന്നത്? അതിനെ സാധൂകരിക്കുന്ന ഒരു രേഖകളുമില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. ഇവിടെ അങ്ങനെയല്ല. ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തിയ റിപ്പോർട്ടുകളുണ്ട്, അതിന്റെ ബലത്തിലാണ് സംസാരിക്കുന്നത്. അല്ലാതെ വെറുതെ വഴിയിൽ നിന്ന് സംസാരിക്കുന്ന കാര്യമല്ല. ഡോക്ടർ ബി ജയരാജ്, അതിന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് ആരുടെയും കയ്യിലുണ്ടോ? ആരുടെയും കയ്യിലുണ്ടോ? ഈ പറഞ്ഞത് ആദായ നികുതി വകുപ്പിന്റെ ഉത്തരവ് കൃത്യമായിട്ട് കയ്യിലുണ്ട്. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് കൃത്യമായിട്ടും കയ്യിലുള്ളതാണ്. ലീക്കേജിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ ഇതെങ്ങനെയാണ് ഈ വാർത്തകൾ വരുന്നത്? സെലക്റ്റീവ് ലീക്കേജ് വഴി ചില പത്രസ്ഥാപനങ്ങൾക്ക് ഈ വാർത്തകൾ കിട്ടുകയും അതൊരു ചർച്ചയാകുകയും ചെയ്യും. അതിനുശേഷമാണ് ഈ പോയിൻ്റൊക്കെ ചർച്ചയിലേക്ക് വന്നതിന് ശേഷമാണ് പിന്നീട് ഈ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ആളുകളുടെ കയ്യിൽ കിട്ടുന്നത്. അതിനകത്ത് പറയുന്നത് ഈ ഡയറിയിൽ പറഞ്ഞ ആളുടെ കമ്പനി CMDRL തന്നെ തള്ളിയതല്ലേ? അയാളൊരു മുൻ ഉദ്യോഗസ്ഥനായിരുന്നു. അയാളുടെ വാദമുഖങ്ങളെ മുഴുവൻ എതിർക്കുകയാണ്. അയാൾ പറയുന്നത് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന് അവർ രേഖാമൂലം മൊഴി കൊടുത്തു. CMRL തള്ളിയിട്ട് എന്താണ് കാര്യം? പിന്നെ ഈ CMRL തള്ളിയിട്ട് എന്താണ് കാര്യം? അവർ തന്നെ മൊഴി കൊടുത്ത പ്രകാരമാണ് ആദായ നികുതി വകുപ്പിന്റെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. പിന്നെ അവർ തള്ളിയിട്ട് എന്താണ് കാര്യം? അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു ക്രമക്കേടിന് കൂട്ടുനിന്നത്. അതിനകത്ത് കുറെ ഇനിഷ്യലുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പം മാധ്യമപ്രവർത്തകർ പണം വാങ്ങിയിട്ടില്ലേ? പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ മേടിച്ചിട്ടില്ലേ? അമ്പലങ്ങൾ മേടിച്ചിട്ടില്ലേ? പള്ളികൾ മേടിച്ചിട്ടില്ലേ? ഇതിന്റെ എല്ലാം കണക്കുകൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? രാഷ്ട്രീയ പാർട്ടികൾ മേടിച്ചതിനെല്ലാം താങ്കൾ ഇൻഷ്യലുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ഇൻഷ്യലുകൾ ഉള്ള ആളുകളെല്ലാം സമ്മതിച്ചപ്പോൾ PV മാത്രം സമ്മതിച്ചില്ല. ഓക്കെ, PV എന്നുള്ളത് ആര് വേണമെങ്കിലും ആവാമല്ലോ. അതുപോലെ ഒരു RC എന്നുള്ളത് രമേശ് ചെന്നിത്തല ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് ഈ 2-3 ഇനിഷ്യൽ വെച്ചിട്ട് നമ്മൾ ഈ കാടടച്ച് വെടിവെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കൃത്യമായ തെളിവുകളില്ലാതെ നമ്മളൊരു കാര്യത്തിനും പറയാൻ പറ്റില്ല. അതില്ലാതെ 2-3 ഇനിഷ്യൽ എടുത്ത് വെച്ചിട്ട് ഒരു ഡയറിയുടെ ഒരു കീറിയ പേപ്പറിനകത്തുനിന്ന് നമ്മൾ വി ആർ ജമ്പിങ് ഇൻ ടു കൺക്ലൂഷൻസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ തന്നെ കോടതിയും നമ്മൾ തന്നെ വിധി പ്രസ്താവിക്കുകയും നമ്മൾ തന്നെ ജഡ്ജിയാവുകയും നമ്മൾ തന്നെ പോലീസ് സ്റ്റേഷനും നമ്മൾ തന്നെ കേസെടുപ്പ് ഒക്കെ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെയും സിസ്റ്റത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എക്സിക്യൂട്ടീവും വേണ്ട, ജുഡീഷ്യറിയും വേണ്ട,
ഡെമോക്രസിയും വേണ്ട, ഒന്നും വേണ്ട. നമ്മളങ്ങ് തീരുമാനിക്കുകയാണ് ഇവർ ഇന്ന ആളുകൾ കുറ്റക്കാർ, ഇവരെ കല്ലെറിയുക, ഇവരെ പുറത്താക്കുക, അല്ലെങ്കിൽ ഇവരെ തൂക്കിലേറ്റുക, ഇവർക്ക് ശിക്ഷ വിധിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് തീരുമാനം എടുത്താൽ മതിയല്ലോ. എന്നിട്ട് നമുക്കറിയാവുന്ന അർത്ഥസത്യങ്ങൾ വിളമ്പിക്കൊണ്ടിരുന്നാൽ മതിയല്ലോ. ഇത് അർത്ഥസത്യങ്ങൾ പോലും അല്ലാത്ത പല സത്യങ്ങളും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് കഥ മെനയുകയാണല്ലോ. ഓരോ ദിവസവും ഓരോ നറേറ്റീവാണ്, പുതിയ നറേറ്റീവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഇപ്പം വലത് നിരീക്ഷകനായിട്ട് വന്നിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള ജിൻഡോയും ശ്രീജിത് പണിക്കരും പറയുന്നതിനകത്ത് തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഏകദേശം ഒരേ സ്വരത്തിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ടി വിയിൽ ചർച്ചകൾ നടക്കുന്ന BJPയുടെ പ്രതിനിധി സംസാരിക്കുന്നതും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി സംസാരിക്കുന്നത് മ്യൂട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളിനെ കാണുന്നില്ല, സൗണ്ട് മാത്രമേ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആരാണെന്ന് പോലും അറിയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സൗണ്ട് കൊണ്ട് തിരിച്ചറിയണം. രണ്ടുപേരും ഉയർത്തുന്ന വാദമുഖങ്ങൾ ഒന്ന് തന്നെയാണ്, രണ്ടുപേരുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, രണ്ടുപേരുടെ എയിം ഒന്ന് തന്നെയാണ്, രണ്ടുപേരുടെയും ടാർഗറ്റ് ഒന്ന് തന്നെയാണ്. അത് രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് അതിനെ രാഷ്ട്രീയമായി നേരിടുക എന്ന് പറയുന്നത്. അതിനെയൊന്നും ഞാൻ എതിരഭിപ്രായം പറയുന്നില്ല. എതിരില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ വി ഡോണ്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ. ജിൻഡോ, താങ്കൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ബബിൾഗം എഫക്റ്റ് ആയിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ എന്നാണ് ഡോക്ടർ ബി ജയരാജ് പറയുന്നത്. പലതവണ ചർച്ച ചെയ്തു, പല വിഷയങ്ങളിൽ ചർച്ച ചെയ്തു, പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോഴും CPM സഹയാത്രികർക്കുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് CPM ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് പ്രതിനിധികളെ വിടേണ്ട എന്ന് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്നലത്തെ കൂടി ആളുകളെ വിട്ടു, അതോടുകൂടി ചർച്ച നിർത്തിവെക്കുക എന്നുള്ളതാണ് CPMന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ട് ചാനൽ ചർച്ചകളിൽ പ്രതിനിധികളെ അയക്കില്ല. ഇനി എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഇക്കാര്യത്തിൽ ഉണ്ടായാൽ മാത്രമേ ചർച്ചകൾക്ക് ആളുകൾ ഉണ്ടാവുകയുള്ളൂ. ശരി, ശ്രീജിൻഡോ. ശ്രീ ജയരാജ് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ പറയുന്നത് ബബ്ലിക്കം എഫക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെ തോന്നിക്കോട്ടെ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ എൻ്റെയും ശ്രീജിത്ത് പണിക്കരുടെയൊക്കെ ശബ്ദം ഞങ്ങളുടെ മുഖം കാണിച്ചില്ലെങ്കിൽ ഒരേപോലെ ഇരിക്കുന്നതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് തെറ്റ് പറയാൻ പറ്റില്ല. ഞാൻ അതിന് തെറ്റായിട്ട് പറയുന്നില്ല. കാരണം നിങ്ങളൊരു തോന്നിവാസം കാണിക്കുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ മകൾ ഒരു പണിയും ചെയ്യാതെ ഒരു കമ്പനിയിൽ നിന്ന് 1.25 കോടി രൂപ മാസപ്പടിയായിട്ട് വാങ്ങിയതിനെ കുറിച്ച് പറയുമ്പോൾ അത് കോൺഗ്രസ്സുകാർ പറഞ്ഞതിന്റെ പേരിൽ BJP പിണറായി വിജയനെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല. BJPക്കാർ പറയുന്നതിന്റെ പേരിൽ കോൺഗ്രസ് പിണറായി വിജയനെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല. രണ്ട് പാർട്ടിയുടെയും നേതാക്കന്മാർക്കോ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കോ ശരിയാണെന്ന് തോന്നുന്ന കാര്യം കോമൺ ആയിട്ട് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? അതിന്റെ പേരിൽ ഞങ്ങൾ ആരെങ്കിലും വന്നിരുന്നുണ്ട്. തോന്നിവാസം എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് ആരും അധികാരമൊന്നും തന്നിട്ടില്ല. ജിൻഡോ, താങ്കൾക്ക് അതിന് അധികാരം തന്നിട്ടില്ല. ആ വാക്ക് പിൻവലിക്കണം. തോന്നിവാസം എന്നൊന്നും പറയാൻ ഇവിടെ ആർക്കും അധികാരം ഒന്നും കൊടുത്തിട്ടില്ല. തോന്നിയ പോലെ എന്നുള്ളതാണല്ലോ അതിനകത്ത് ഇത്രമാത്രം. ഞാൻ പറഞ്ഞ വാക്ക് തോന്നിവാസം എന്ന് പറഞ്ഞ വാക്ക് അല്ല മഞ്ജുഷ, കുഴപ്പമില്ല. തോന്നിവാസം എന്ന് പറഞ്ഞ വാക്ക് അൺപാർലമെന്ററി ആണെങ്കിൽ താങ്കൾ എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഞാൻ പിൻവലിക്കാൻ തയ്യാറല്ല. താങ്കളോട് എന്നോട് ക്ഷമിക്കണം. കാരണം കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് മുമ്പിൽ പാർലമെന്ററി ആയിട്ടുള്ള വേർഡുകൾ മുഴുവൻ സംഭാവന ചെയ്തിട്ടുള്ള കാരണഭൂതൻ ഡിക്ഷണറിയിൽ പെടാത്തൊരു വാക്കാണല്ലോ ഞാൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് താങ്കൾ എന്നോട് ദയവായി ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇപ്പോൾ മഞ്ജുഷ പറഞ്ഞില്ലേ CPMന്റെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിടുന്നില്ല എന്ന്. അല്പം മുമ്പ് ഇടത് സഹയാത്രികനായിട്ടുള്ള ജയരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. RC എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ആകണമെന്നില്ല, PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ആകണമെന്നില്ല എന്ന്. താങ്കൾ ആദ്യം CPMന് വേണ്ടിയിട്ട് ചാനൽ ചർച്ചകളിൽ വന്ന് സംസാരിക്കുന്ന അഡ്വക്കേറ്റ് അരുൺകുമാറും അനിൽകുമാറും അടക്കം MP ഗോവിന്ദനും AK ബാലനും അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യണം. അവർ പറഞ്ഞിട്ടുണ്ട് RC എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലാണ്, OC എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയാണ്, KK എന്ന് പറഞ്ഞാൽ മറ്റേ കുഞ്ഞാലിക്കുട്ടിയാണ്, IK എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ആളുകളാ അല്ലേ? അപ്പൊ അവരെ തള്ളി പറഞ്ഞുകൊണ്ടാണ് താങ്കൾ സംസാരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, PV എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുള്ള വാദമുഖങ്ങളെ തള്ളി പറയുന്ന വല്ലാത്തൊരു ഗതികേടുണ്ട്. നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പൊ ന്യായീകരണ തൊഴിലാളി യൂണിയൻ CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തരം താഴ്ന്നിരിക്കുക. താങ്കളും പോവുക. താങ്കൾ സംസാരിക്കുമ്പോൾ താങ്കളുടെ വാദം താങ്കൾ ഏതറ്റവും വരെ പോകുന്ന കാര്യം ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഡോക്ടർ ബി ജയരാജ് PV എന്നുള്ളത് ആരാണ് എന്നുള്ള കാര്യം. അത് മാത്രമല്ല ആരാണ് എന്നുള്ള കാര്യം പത്മജ വേണുഗോപാലിന്റെ മകളുടെ പേരല്ല വീണ തൈക്കണ്ടിൽ. വീണ തൈക്കണ്ടിലിന്റെ അമ്മയുടെയും അച്ഛന്റെയും പേരെന്താ? കമലയെന്നും പിണറായി വിജയനെന്നാ. പത്മജ വേണുഗോപാൽ എന്നും പത്മജ എന്നും വേണുഗോപാലൊന്നും അല്ല. താങ്കൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് എന്റെ കുറ്റമല്ല. ദയവായി എന്റെ ചർച്ചയിൽ എന്റെ ഭാഗം സംസാരിക്കാൻ എന്നെ അനുവദിക്കും. ശല്യം അതിൽ ഇടപെടല്ലേ. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞു 2 കമ്പനികൾ തമ്മിലുള്ള ഒരു കരാറാണ് നടത്തിയെന്ന്. കരാറുണ്ടാവും,
ആയിക്കോട്ടെ, നിങ്ങൾ പണവും വാങ്ങിയിട്ടുണ്ട്, എന്ത് സേവനമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പരസ്യമായിട്ട് പറയാൻ എന്തുകൊണ്ടാണ് ഈ കമ്പനിയുടെ നടത്തിപ്പുകാരിയായിട്ടുള്ള വീണ വിജയൻ ഇതുവരെ ധൈര്യം വരാത്തത്? എക്സാലോജിക് കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരാൾ പോലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ കൊടുത്ത സേവനം ഇതാണ് എന്ന് പറയാൻ പറ്റാത്ത എന്താ? ഇത്ര രഹസ്യമായിട്ടുള്ള സേവനമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കമ്പനിക്ക്, പൊതുമേഖലാ സ്ഥാപനത്തിന് കൂടി ഷെയറുള്ള ഒരു കമ്പനിക്ക് കൊടുക്കുന്നത്? അത് എന്ത് രഹസ്യ കരാറാണ്? അത് എന്ത് രഹസ്യ സർവീസാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ, ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റി സൗകര്യങ്ങൾ പറ്റുന്ന സന്നാഹങ്ങളോടുകൂടി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനമാണ് ഒരു കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? അത് നിങ്ങൾ പറയണ്ടേ? ഇനി രണ്ടാമത്തെ, താങ്കൾ ഒരു കാര്യം കൂടി പറഞ്ഞു, കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് കൈപൊക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ കൈകൾ ശുദ്ധമാണെന്ന്. ആ പ്രത്യേക ആക്ഷൻ പണ്ട് ബ്രണ്ണൻ കോളേജിൽ കാണിച്ച ആക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് കൈയും പൊക്കി സറണ്ടർ ചെയ്തുകൊണ്ട് പറയുന്ന ആ ആക്ഷൻ കാണിച്ചപ്പോൾ തൊട്ട് പുറകിലിരുന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഒന്ന് ഞെട്ടി. ഞാൻ ഇന്നത്തെ മുഴുവൻ ചാനലുകളൊക്കെ ഒന്ന് നോക്കി, ഈ മന്ത്രി ഗണേഷ് കുമാറിന്റെ എന്തെങ്കിലും വിഷ്വൽസ് ഉണ്ടോ എന്ന്. ഇന്നലെ ഞെട്ടിയ ആ ഞെട്ടലിൽ നിന്ന് ഗതാഗത മന്ത്രി ഇതുവരെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം കൂടെ ഇരിക്കുന്ന മന്ത്രിക്ക് പോലും ഞെട്ടൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അസത്യങ്ങൾ പറയാ. ഇതേ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞത് ജയ്ക് ബാലകുമാറുമായിട്ട് എന്റെ മകളുടെ കമ്പനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന്, അങ്ങനെ ഒരു മെന്റർ ഇല്ലെന്ന്, അല്ലേ? അത് പിന്നീട് തെളിഞ്ഞില്ലേ സത്യമായിരുന്നു എന്ന്? അപ്പോ എല്ലാ കള്ളങ്ങളും പറയാൻ നിയമസഭയെ വരെ ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് പണം എവിടെ നിന്ന് കൊണ്ടുവന്നത് നമ്മൾ ആരെങ്കിലും ചോദിച്ചോ? ഈ കമ്പനിയിലേക്ക് കിട്ടിയ പണത്തിന്റെ അത് എന്ത് സേവനത്തിന്റെ പേരിലായിരുന്നു എന്നല്ലേ നമ്മൾ ചോദിച്ചോളൂ? കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ പെൻഷൻ തന്ത്രപരമായിട്ട് ഇന്നലെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു ജിൻഡോ. മിനിയാന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ SFIOയുടെ അന്വേഷണം വന്നു. അതോടുകൂടി ബാക്കി പറയേണ്ട കാര്യങ്ങൾ പറയാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. അല്ല, ഇദ്ദേഹം ഇത് എന്തിനു വേണ്ടിയിട്ട് ഓരോ ഘട്ടവും ഈ തുടക്കം മുതൽ PT തോമസ് പണ്ട് ജയ്ക് ബാലകുമാറുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കാര്യം തൊട്ട് സ്വപ്ന സുരേഷിന്റെ നിയമനങ്ങൾ, ശിവശങ്കറുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷൻ, സ്വർണ്ണക്കടത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ പറഞ്ഞ മുഴുവൻ കച്ചവടങ്ങളിലും കൃത്യമായിട്ടുള്ളൊരു പങ്കുണ്ട് എന്ന് പൊതുസമൂഹം സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? ജയരാജ് ഒന്ന് പറയൂ. ഇല്ല, തെറ്റില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ പറയണം, നിങ്ങളുടെ ഭാഗം പറയണം. ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഇന്നലെ MP ഗോവിന്ദൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയോ? എക്സാലോജിക് മൈനസ് പിണറായി വിജയൻ ഈക്വൽ ടു 0 എന്ന്. എക്സാലോജിക്കിൽ നിന്ന് പിണറായി വിജയൻ ഒഴിവാക്കിയാൽ 0 ആണെന്ന്. അതിന്റെ അർത്ഥം എന്താ? അതിനെ തിരിച്ചു പറഞ്ഞാൽ എക്സാലോജിക് എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ തന്നെയാണെന്നല്ലേ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി മറുപടി പറയണം. മുഖ്യമന്ത്രിയുടെ മകൾ എന്താണ് ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ താത്വിക അവലോകനത്തിലൂടെ ഉദ്ദേശിച്ചത്? അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതിനകത്ത് എയിം ചെയ്യുന്നത് പിണറായി വിജയനെ തന്നെയാണ്. എക്സാലോജിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുകമറ ഇട്ട് കത്തിക്കുന്നത് പിണറായി വിജയനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിനകത്ത് പിണറായി വിജയനാണ് എയിം ചെയ്യുന്നതെന്ന് ഏത് മനുഷ്യനും മനസ്സിലാവുമല്ലോ അത് കേട്ടാൽ തന്നെ എന്താണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇങ്ങനെ ഒരു ട്വിസ്റ്റഡ് വേയിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മൂക്കിത്തൊടാം, വളഞ്ഞ വഴി കൂടെ വേണമെങ്കിൽ മൂക്കിത്തൊടാം, പല രീതിയിൽ നമുക്ക് മൂക്കിത്തൊടാം. പല വ്യാഖ്യാനങ്ങൾ ഒരു സാധനത്തിൻ്റെ പേരിൽ ഇറക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ, പിണറായി വിജയനെ കോർണർ ചെയ്തുകൊണ്ടുള്ള എക്സാലോജിക്കിന്റെ പേരിലുള്ള ആരോപണങ്ങൾ വരുന്നതെന്നാണ് വളരെ അസന്നിഗ്ധമായിട്ട് തന്നെയാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. അതിനകത്ത് എന്താ സംശയം? ശരി, ശ്രീജിത്ത് പണിക്കർ, താങ്കളുടെയും ജിൻഡോയുടെയും സ്വരം ഒന്ന് തന്നെ. ഇതാണ് ഡോക്ടർ B ജയരാജ് അവിടെ നിരീക്ഷിച്ചത്. അല്ല, ഇതൊക്കെ ഈ മറുപടി ഇല്ലാതെ വരുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളാണ്. നോക്കൂ, ഇവിടെ നമ്മുടെ നാട്ടിൽ CPMO അല്ലെങ്കിൽ അതിന്റെ ഘടകകക്ഷികളോ അല്ലാതെ, ഘടകകക്ഷികൾ പോലും അങ്ങനെ പ്രത്യക്ഷമായിട്ട് ശ്രീ പിണറായി വിജയന്റെ മകളെ ന്യായീകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. CPMന്റെ ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ എക്സാലോജിക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിക്കുന്നത്. കാരണം മറ്റുള്ള ആൾക്കാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ കണ്ടിട്ടില്ല. അപ്പൊ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും, അതേപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെല്ലാവരും, മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ഈ കാര്യത്തിൽ വിമർശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാം സ്വരം ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പൊ അതിൽ കോൺഗ്രസിന്റെ സ്വരമോ, അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ നിരീക്ഷകനായി വരുന്ന ഒരാളിന്റെ സ്വരമോ, അല്ലെങ്കിൽ ഒരു BJP-കാരന്റെയോ അല്ലെങ്കിൽ ഒരു ലീഗുകാരന്റെയോ ഒക്കെ സ്വരം ഒരേപോലെ ഇരിക്കും. അതിലൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലുള്ള അതിശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ജിൻഡോയുടെ ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശബ്ദമാണ് എനിക്ക് വേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ എക്സാലോജിക്കിനെ ന്യായീകരിച്ചാൽ ശ്രീ ജയരാജ് താങ്കളുടെ എന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കും. അപ്പൊ ഈ ആരോപണം ഉന്നയിക്കുന്ന ജിൻഡോ ആയിരിക്കും. അത് വേണോ? അപ്പൊ ഞാനിവിടെ ലോജിക്കിന്റെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
നിങ്ങൾ നിൽക്കുന്നത് എക്സാലോജിക്കിന്റെ ഭാഗത്തുമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, താങ്കൾ ഇവിടെ ഈ ഒരു ചർച്ചയിൽ തന്നെ ഇതിനോടകം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ എന്താണ് പാർലമെന്ററി ആയിട്ടുള്ള പദങ്ങൾ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിപ്പിക്കുന്നത് കണ്ടു. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശ്രീ ജിൻഡോ ഇവിടെ ഉപയോഗിച്ച എന്താണ് തോന്നിവാസം എന്ന് പറയുന്ന ഒരു പദമാണ് താങ്കൾക്ക് അത് അരോചകമായിട്ടും ബുദ്ധിമുട്ടായിട്ടും ഒക്കെ തോന്നിയത്. പക്ഷേ അത് പറയുന്ന സമയത്ത് അത് പറയാനുള്ള താങ്കളുടെ അവകാശത്തിനെ പറ്റി താങ്കളൊന്ന് ബോധവാനാകേണ്ടതാണ്. കാരണം അല്പം മുമ്പ് താങ്കൾ പറഞ്ഞത് എന്തായിരുന്നു? തലയ്ക്ക് വെളിവില്ലാത്ത ഒരാൾ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം എന്നാണ് പറഞ്ഞത്. അത് ആരെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്? തലയ്ക്ക് വെളിവില്ലാത്ത ഒരാൾ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞാൽ അത് പാർലമെന്ററി ആയിട്ടുള്ള ഒരു വേർഡാണോ? നിയമസഭയുടെ ഉള്ളിൽ അത് പറയാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരാളിന്റെ ആരോപണത്തിനോട് എത്രത്തോളം വിരോധമുണ്ടോ ആ വിരോധത്തിനെ നിങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് ജിൻഡോ പറഞ്ഞെന്നാ പറഞ്ഞത്. താങ്കൾക്ക് തെറ്റിപ്പോയി. ജിൻഡോ പറഞ്ഞ ആരോപണമാണ് ഞാൻ പറഞ്ഞത്. ജിൻഡോയാണ് തലയ്ക്ക് വെളിവില്ലാത്തതെന്നുള്ള ആരോപണം ഉന്നയിച്ചത്. അല്ല, തലയ്ക്ക് വെളിവില്ലാത്ത ഒരാൾ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണമാണെന്ന് താങ്കൾ എൻഡോഴ്സ് ചെയ്യുകയാണ്. അങ്ങനെ ഉണ്ടോ? ആ രീതിയിലുണ്ടോ? ആ ആരോപണം എൻഡോഴ്സ് ചെയ്തതല്ല, അങ്ങനെ പറയുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ജയരാജ് ഉദ്ദേശിച്ചത് PV അൻവർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് തലയ്ക്ക് വെളിവില്ലാത്ത ആരോ ഒരാൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് ജിൻഡോ പറഞ്ഞു. ആ രീതിയിൽ പറഞ്ഞു എന്നാണ് ജയരാജ് ഉദ്ദേശിച്ചത്, അല്ലേ? അതാണെന്ന് അല്ലല്ല, ഈ പറയുന്നതുമായിട്ട് കൂട്ടിച്ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ ആൾക്കാരെയും ഒരേ ഇടത്ത് അദ്ദേഹം എല്ലാ ആൾക്കാരെയും ഒരേ ഇടത്ത് കൊണ്ടുവന്ന് ഒരേ താവളത്തിൽ കൊണ്ടുവന്ന് കെട്ടാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം മാത്യു കുഴൽനാടനെ പറ്റി പറഞ്ഞ എന്താണ്? മാത്യു കുഴൽനാടനെ പറ്റി പറഞ്ഞതും ഇതേപോലെ തന്നെ BJPയുടെ താല്പര്യത്തിനനുസരിച്ച് പറയുന്ന ഒരു MLA എന്ന രീതിക്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ സ്വരമായി മാറുന്നു. ആ വിമർശനമെല്ലാം നിങ്ങൾക്ക് അരോചകമായി മാറുന്നു. അതിലുപയോഗിക്കുന്ന പദപ്രയോഗങ്ങളെല്ലാം നിങ്ങൾക്ക് അൺപാർലമെന്ററി ആയിട്ട് വരുന്നു. ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒന്നും കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇതിന്റെയൊക്കെ കാര്യമുണ്ടോ? ഈ അല്പം മുമ്പ് ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞതുപോലെ എന്താണ് ആ നൽകിയിരിക്കുന്ന സേവനം എന്നതിനെ പറ്റി ഇത്ര നാളായിട്ടും ആർക്കും ഒന്നും അറിയാനില്ല. താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞു, ഈ നാട്ടിൽ കോടതിയുണ്ട്, ഈ നാട്ടിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുണ്ട്, ഈ കാര്യങ്ങൾ വഴിയല്ലേ ഇതെല്ലാം പോകേണ്ടത്, ഇതിനോടൊന്നും ആർക്കും ബഹുമാനമില്ലേ എന്ന് താങ്കൾ ചോദിച്ചു. ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് എന്നും താങ്കൾ പറഞ്ഞു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അർദ്ധ ജുഡീഷ്യൽ സംവിധാനമാണ് ആദ്യത്തെ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. രണ്ടാമത് തീരുമാനമെടുത്തിരിക്കുന്നത് തന്നെ ROC എന്ന് പറയുന്ന കമ്പനി കാര്യ വകുപ്പിന്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതിൽ ഗുരുതരമാണ് എന്ന കണ്ടെത്തലുള്ളത് കൊണ്ടാണ് അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. പക്ഷെ താങ്കൾ ഇപ്പോഴും പറയുന്നത് എന്താണ്? ഈ എക്സാലോജിക്ക് മൈനസ് പിണറായി വിജയൻ എന്ന ഭാഗത്ത് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് അവിടെ നിന്നൊക്കെ പോയി. ഇത് പൂർണ്ണമായിട്ടും ഒരു കൃത്യമായിട്ടുള്ള ഒരു കേസാണ് എന്ന രീതിയിലത്തേക്ക് അതിനെപ്പറ്റി പറയുന്നു. അപ്പൊ താങ്കൾ എന്താ ചെയ്യുക? അടുത്ത സ്റ്റെപ്പായിട്ട് താങ്കൾ ഒരു പടി കൂടി ചാടിയിട്ട് മറ്റുള്ള ഡയറികൾ, ഇപ്പൊ ജെയിൻ ഹവാല കേസിൽ ഇതേപോലെ കുറെ ഇനിഷ്യലുകളുണ്ട്, അതുകൊണ്ട് അതിലെന്തായി? ഞാൻ പറഞ്ഞ ജെയിൻ ഹവാല കേസിൽ ഇനിഷ്യലുകളുള്ള ആരെങ്കിലും, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ LK അദ്വാനിയുണ്ട്, ബൽറാം ഛാക്കർ ഉണ്ട്, അർജുൻ സിംഗ് ഉണ്ട്, അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. ഇവരിൽ ആരെങ്കിലും വന്ന് പറഞ്ഞിരുന്നോ ഇത് ഞാൻ കൈപ്പറ്റിയിരിക്കുന്ന പണമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഒരാളും പറഞ്ഞില്ല. അതേപോലെ അങ്ങോട്ടൊന്നും പോകണ്ട. ഇവിടെ നമ്മുടെ മണിച്ചന്റെ ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ പേരുള്ള ആൾക്കാരുണ്ടായിരുന്നു. എത്ര പേരാ സമ്മതിച്ചത് ഇത് എന്റെ പേരാണെന്ന്? പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ പഴയ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, അവരിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടിയിട്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും രീതിയിൽ സംശയിക്കുന്നുണ്ടോ എങ്കിൽ, അതിന് രേഖകളും കാര്യങ്ങളും ഉണ്ടോ എങ്കിൽ അത് വേറെ രീതിയിൽ എൻക്വയറി ചെയ്യുക. പക്ഷെ ഈ ലിസ്റ്റിലുള്ള പല ആൾക്കാരും പറയുകയാണ് ഞങ്ങൾ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന ലിസ്റ്റിന് ഒരു കൈൻഡ് ഓഫ് ലെജിറ്റിമസി നൽകുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ RC എന്ന് രമേശ് ചെന്നിത്തല അറിയപ്പെടുന്നുണ്ടോ? അങ്ങനെയൊന്നും അറിയപ്പെടുന്നില്ല. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? OC എന്ന് ഉമ്മൻചാണ്ടി അറിയപ്പെടുന്നുണ്ട് എന്ന് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് പോപ്പുലർ ആയിട്ടുള്ള ഒരാളിന്റെ ഷോർട്ട് ടൈം എഴുതി വെക്കുക എന്നുള്ളതല്ലോ ഈ കർത്തായുടെയും എക്സാലോജിക്കിന്റെ ഈ CMRന്റെ ആൾക്കാരുടെ ജോലി. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരാളിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിടുക. അല്ല, ഇത് വിസ്മത്സരം ഒന്നും അല്ലല്ലോ. ഒരാളിന്റെ അറിയപ്പെടുന്ന പേരിന്റെ ചുരുക്കപ്പേര് എഴുതൂ, അങ്ങനെയൊന്നുമല്ല. അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാനായിട്ട് പറ്റില്ല. പിന്നെ താങ്കൾ പറഞ്ഞത് ഇതിൽ മണി ലോണ്ടറിങ് എവിടെയാണെന്ന് നോക്കൂ. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എവിടെയാണ് നിൽക്കുന്നത്? ഒരു കമ്പനി വേറൊരു കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്നു, യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ അവരിവിടെ നിന്ന് 1.25 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നു. അത് അവരുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ടിലേക്കും ഒക്കെ തന്നെ പണം വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇത് മണി ലോണ്ടറിങ് അല്ല എങ്കിൽ ഈ സേവനം നൽകിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകും. ആ തെളിവുകൾ ഇല്ലെന്ന് പറഞ്ഞത് ആ സേവനം കിട്ടേണ്ട കമ്പനി തന്നെയാണ്. അവർ കണ്ടിട്ടില്ല എന്ന്. വീണ്ടും ഇത് തന്നെ പറഞ്ഞു.
അങ്ങനെ പറയരുതേ. നിങ്ങൾ ടാക്സ് അടച്ചു എന്നതുകൊണ്ട് മാത്രം അവിടെ ഞാൻ ചോദിക്കുന്നത്, ഇത് ഈ പറയുന്ന ഇത്രയും തുകയ്ക്ക് മാത്രം അത് ആരുടെ ഭാഗത്തു നിന്നാണ് ടാക്സ് വന്നത്? ആ ടാക്സ് അടപ്പിക്കേണ്ടി വന്ന സാഹചര്യം എന്തുകൊണ്ടാണ്? അത് താങ്കൾ എന്താ പറയാത്തത്? ഇത് ഞങ്ങളുടെ ബിസിനസ്സിൽ നിന്നുള്ള ലോസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കമ്പനി അങ്ങോട്ട് പോകുന്നത്. ആണല്ലോ. ആ സമയത്ത് ഇത് നിങ്ങളുടെ ബിസിനസ് ലോസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല, ഇത് നിങ്ങളുടെ ലാഭമാണ് എന്നാണ് അവിടെ കണ്ടെത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ പൈസ അടയ്ക്കേണ്ടി വന്നിരിക്കുന്നത്. അല്ലാതെ വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോകരുതേ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ട് എങ്കിൽ, അവിടെ സേവനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ സേവനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂർത്തിയായി. അപ്പൊ ഇതിന് പിന്നെ കൈ ഉയർത്തി കാണിച്ചിട്ട് ഇത് ശുദ്ധമാണെന്ന് പറയേണ്ടത് കാര്യമില്ല. എങ്ങനെയാണ് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ക്യാപിറ്റൽ ഇവിടെ വന്നിരിക്കുന്നത്, ആര് കൊടുത്തതാണ് എന്ന് പറയേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഇന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു, ഇന്ന കാര്യങ്ങളുടെ മെയിന്റനൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു, അതിന്റെ തുകയാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്ന് ആ കമ്പനി തന്നെ പറയുന്നുണ്ട്. അവർ കൊടുത്ത മൊഴിയാണ്. കമ്പനി പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞു. വീണയെ കേട്ടില്ല എന്ന് പറഞ്ഞപ്പോ വീണയെ കേട്ട ആൾക്കാർ പറഞ്ഞു. എല്ലാവരും പറഞ്ഞത് ഇവിടെ ഒരു കുന്തമില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യവും ഇവിടെ ഇല്ല എന്ന് പറയുന്നിടത്ത് നിന്ന് താങ്കൾ ഇപ്പോഴും അങ്ങ് വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറഞ്ഞ പോലെ അവിടെ നിന്ന്. മാത്രമല്ല ഡോക്ടർ ബി ജയരാജ്, മറ്റൊരു കാര്യം, ഈ ആദായ നികുതി വകുപ്പിന്റെ ഇന്റർനെയിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമായിരുന്നു. കാരണം അവിടെ ഒരു PV മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ എത്ര പേരുണ്ടായിരുന്നു? പ്രതിപക്ഷത്തുള്ള എത്ര നേതാക്കളുടെ പേരുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നുണ്ടോ ഇക്കാര്യത്തിൽ? അതിനുള്ള കാരണം എന്താണ്? അദ്ദേഹം ഇപ്പൊ രമേശ് ചെന്നിത്തലയെ കൂടി ന്യായീകരിക്കുകയാണ്. അതെ, ചില ചർച്ചകളിൽ അങ്ങനെയും ഒന്ന് ന്യായീകരിക്കേണ്ടി വരികയാണ് ചില ആളുകൾക്ക്, CPM ന്യായീകരിക്കുന്ന ആളുകൾക്ക്. ഡോക്ടർ ബി ജയരാജ്, അതല്ല, ഈ ഒരു കാര്യം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. ആ കോടതി ആവശ്യപ്പെടുന്ന സമയത്ത് അതിൻ്റെ തെളിവുകളൊക്കെ കൊടുക്കും, കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്നെ കൊടുക്കും. അത് പൊതുസമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ നിയമസഭയിൽ അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണമാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ആരോപണമാണെങ്കിൽ മുഖ്യമന്ത്രി അത് പറയും. ഇത് മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു കമ്പനിയുടെ പേരിലുള്ള ആരോപണം മുഖ്യമന്ത്രി നിയമസഭയിൽ പറയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മകളായി പോയി എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടുകയേ ചെയ്യരുത്. അറിയില്ല. അങ്ങനെയാണെങ്കിൽ പാർട്ടി ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ഒരാവശ്യവും ഇല്ലല്ലോ. പാർട്ടി എന്തിനാണ് ഇടപെട്ടത്? അങ്ങനെയല്ല, കുറെ അധികം ആരോപണങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ പറയട്ടെ, ഇതിപ്പോ ആദ്യമേ ഒന്നും അല്ലല്ലോ ഇത്തരം ആരോപണങ്ങൾ വരുന്നത്. VS-ന്റെ മകനെതിരെ ആരോപണം വന്നിട്ടുണ്ട്, E.K. നായനാറിന്റെ മകനെതിരെ ആരോപണം വന്നിട്ടുണ്ട്, EMS ആരോപണം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ചർച്ച തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞത്. ഇതൊരു പ്രതിപക്ഷത്തെ ആരോപണമല്ല. ഇത് പ്രതിപക്ഷത്ത് നിന്ന് ഏതെങ്കിലും ഇത് വ്യക്തമായിട്ട് അന്വേഷണമാണ്. അല്ലത് ഇത് അറസ്റ്റ് ചെയ്യട്ടെ, കണ്ടുപിടിക്കട്ടെ, ആർക്കാണ് ഇവിടെ ഭയം? അന്വേഷണം നടത്തി കണ്ടെത്തി ധൈര്യം ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് ശിക്ഷിക്കട്ടെ. അല്ലാതെ ഈ ചുമ്മാ നമ്മൾ പറഞ്ഞു കാര്യമില്ല. അതുകൊണ്ടാണ് അന്വേഷണം വേണം നടത്താം. അല്ല, നോക്കൂ, ഇത് ധൈര്യത്തിന്റെ പ്രശ്നമേ അല്ല ഞാൻ ഇതിൽ പറയുന്നത്. ധൈര്യത്തിന്റെ ഒന്നുമല്ല, ഇത് ആത്മാർത്ഥതയുടെ വിഷയം തന്നെയാണ്. ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഇത്രയൊക്കെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ കാര്യത്തിൽ ആവശ്യപ്പെടുന്ന അതാണ്. അല്ലല്ല, മുഖ്യമന്ത്രിയുടെ ഈ കാര്യത്തിലെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളെ കേട്ടില്ല എന്നാണ്. പക്ഷെ ROCയുടെ വളരെ കൃത്യമായിട്ട് പറയുന്നത് അല്ലല്ല, മുഖ്യമന്ത്രിയുടെ മകളോട് ഈ കാര്യങ്ങളെല്ലാം അവരുടെ കമ്പനി യാതൊരു വിധത്തിലുള്ള കാര്യം സമർപ്പിച്ചിട്ടില്ല എന്ന് ROC പറയുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ വരട്ടെ, ഇത്ര പെട്ടെന്ന് ROC അങ്ങനെ പറഞ്ഞു, ഇന്റർവ്യൂ റിപ്പോർട്ട് ഇങ്ങനെ പറഞ്ഞു, കേന്ദ്ര പറയുന്ന ഒരു സംഭവമല്ല, കണ്ടെത്തലാണ്. അവർക്ക് അധികാരമുണ്ട് സാർ. കമ്പനീസ് ആക്ട് അനുസരിച്ച് അവർക്ക് അധികാരമുള്ളത് കൊണ്ട് അവർ സമൺ ചെയ്യും. അവർ ഈ കാര്യങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളിൽ കൊടുക്കട്ടെ. അതിനകത്തൊന്നും ആർക്കും യാതൊരു ഭയവുമില്ല. ഇത് ഭയത്തിന്റെ കാര്യമല്ല. ആ പറയുന്ന കാര്യം അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ മതിയായിരുന്നു. അത് കൊണ്ടു കൊടുത്തിട്ടില്ലെന്നേ. അവിടെ വേണ്ടുന്ന കാര്യം കൊടുത്തിട്ടില്ല എന്ന് അവർ വളരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു സാധനം അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു സാധനത്തിന് മറുപടി ഫർണിഷ് ചെയ്തിട്ടില്ല എന്നാണ് അതിൽ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ സാർ, ഇത്രയും വലിയ കാര്യം മുഖ്യമന്ത്രി സഭയിൽ വളരെ വലിയ രീതിയിൽ ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ ആരോപണങ്ങളൊക്കെ കൊണ്ട് എന്തെങ്കിലും അവര് കേസിന് പോയിട്ടുണ്ടോ? അല്ല, അവർക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നതിനെ എക്സ്പെൻഡ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവരെവിടെയെങ്കിലും സംവിധാനത്തിൽ പോയിട്ടുണ്ടോ? അതിനുശേഷം അവരെ കേൾക്കാനുള്ള സംവിധാനം അതൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ടാണ് അവർ അതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കാത്തത്.
അവരതിനെക്കുറിച്ച് ഞാനിവിടെ എന്തൊക്കെ ന്യായീകരണം പാർട്ടിയിലായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ മാത്രമല്ല വീട്ടുകാരെ വരെ ന്യായീകരിക്കുന്ന കഴിഞ്ഞ ഇലക്ഷൻ സമയത്തും ഇത് കണ്ടതാണ്. എന്റെ പൊന്ന് സാർ, ഈ കഴിഞ്ഞ ഇലക്ഷനിലുള്ള ആരോപണമല്ല എന്ന് പറയുന്നതിനേക്കാളും ഭേദമാണ്, കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പറയുന്നതിനേക്കാളും ഭേദമാണ്, എൻറ്റയർ പൊളിറ്റിക്കൽ യൂണിവേഴ്സിറ്റി ഇന്ന് ബിരുദം എടുത്തെന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ്. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം മുഖ്യമന്ത്രിയുടെ മകൾ നൽകിയിരിക്കുന്ന സേവനം, അത് ഏത് യൂണിവേഴ്സിറ്റിയുടെ സേവനമാണെന്ന് വിഷയമാണല്ലോ. അതെങ്ങനെയാ വിഷയമാവുന്നത്? നിങ്ങൾക്ക് കേസ് കൊടുക്കാമല്ലോ. ഇവിടെ കേസ് കൊടുത്തിരിക്കല്ലേ? ഇവിടെ കേസിന്റെ നടപടികളിൽ നിന്നല്ലേ ഒളിച്ചോടുന്നത്. മുഖ്യമന്ത്രി വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മകൾ അവർക്കെതിരെയുള്ള അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് നിയമ സംവിധാനത്തെ സമീപിക്കുന്നില്ല. അവരോട് ROC ചോദിച്ചിരിക്കുന്ന സാധനത്തിന് മറുപടി കൊടുക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല. പിന്നെ എന്തിനാണ് അവര് വന്നിട്ട് കണ്ടെത്തട്ടെ, അവർക്ക് രണ്ട് കണ്ടെത്തലുകൾ നടത്തി കഴിഞ്ഞു. ഒന്ന് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തൽ നടത്തി കഴിഞ്ഞു. കണ്ടെത്തലെന്നല്ല, അതൊരു വിധി തന്നെയാണ്. പിന്നെ രണ്ടാമത് ആരുടെ പേരിൽ കുറ്റാരോപണം നടത്താം, അത് തെളിയുന്നത് വരെ കുറ്റവാളിയൊന്നും അല്ല. ഇന്ത്യൻ അനുസരിച്ച് അങ്ങനെ അല്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തെളിയട്ടെ, അന്വേഷണം നടക്കട്ടെ ഏറ്റവും പെട്ടെന്ന്. അതല്ലാതെ ഇതൊരു ഇലക്ഷൻ ഗിമിക്കായിട്ട് അതിനു മുമ്പ് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഇതിന്റെ തുടർ ചർച്ചകളും അതിനെ തുടർന്നുള്ള മഞ്ജുഷ്, ഇതില് ശ്രീ ജയരാജ് പറയുന്ന പല കാര്യങ്ങളും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഒരു കാര്യം ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയേണ്ടതുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, ഇതിൽ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു വിധിയാണ്, ഒരു ഓർഡറാണ്, ഒരു കണ്ടെത്തലാണ്. രണ്ട്, ROC നടത്തിയിരിക്കുന്നത് അതിനു പുറമെയുള്ള ഒരു അന്വേഷണത്തിൽ ഈ പറയുന്ന അവരുടെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. അതിൽ അവർ ഒരു കാര്യവും അവിടെ കൊണ്ടു കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. ഇനി ഇപ്പൊ വന്നിരിക്കുന്നത് ഇതിൽ സീരിയസ് ഫ്രോഡ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയത്താലുള്ള വിപുലമായ അന്വേഷണമാണ്. അല്ലാതെ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമല്ല. ഇതിൽ മണി ലോണ്ടറിംഗ് ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇതിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ, അതിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. സുതാര്യമാണെന്നും നിയമപരമാണെന്നും ഒക്കെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ക്രമവിരുദ്ധമാണ് എന്നും ഇതെല്ലാം തന്നെ നിയമവിരുദ്ധമാണ് എന്നും ROC കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിലൊരു ഗുരുതരമായിട്ടുള്ള ഒരു ഫ്രോഡ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലാതെ ഈ ആദ്യം പറയുന്ന കാര്യങ്ങളൊക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ അതിന് വീണ്ടും മറ്റേ പറഞ്ഞ ബബിൾഗം ഇഫക്റ്റിൽ വീണ്ടും തെളിയിക്കേണ്ടുന്ന കാര്യമില്ല. അത് ശ്രീ ജയരാജ് ഉൾപ്പെടെ ആൾക്കാർ മനസ്സിലാക്കണം. അപ്പൊ ഇത് കേവല ആരോപണമൊന്നുമല്ല, അടുത്ത ലെവൽ ഇൻവെസ്റ്റിഗേഷൻ. അടുത്ത മൂന്നാമത്തെ ലെയറിലേക്ക് പോയി കഴിഞ്ഞു. ശ്രീ ജിൻഡോ, വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ROC നടത്തി. മണി ലോണ്ടറി ഉണ്ടോ, ക്രമവിരുദ്ധമാണോ, ഈ ചോദ്യങ്ങൾ ശ്രീത്ത് തന്നെ ചോദിച്ച ചോദ്യങ്ങൾ രണ്ട് ഞാൻ എടുത്തു പറയുകയാണ്. മണി ലോണ്ടറി ഉണ്ടോ, ക്രമവിരുദ്ധമാണോ, അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളു. അതിനു മുമ്പ് മണി ലോണ്ടറി നടന്നു, ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നു എന്ന് നമ്മളെന്തിനാ തീർപ്പ് കൽപ്പിക്കുന്നത്? അത് അന്വേഷണം കണ്ടെത്തി കഴിഞ്ഞു. ശ്രീ ജിൻഡോ, ഈ ROCയുടെ ഈ രണ്ട് ROCകളുടെയും അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ വളരെ ഗുരുതരമായിട്ടുള്ളവയാണെന്നാണ്. അതിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല, ഏതാനും പേപ്പറുകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഗുരുതരമായ കണ്ടെത്തലുകൾ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അത് താമസിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ന്യായമായിട്ടും സംശയിക്കാമല്ലോ. ഇപ്പോൾ തന്നെ 8 മാസം എന്ന് പറയുന്നത് വളരെ നീണ്ട ഒരു കാലയളവാണ്. ഈ ഇലക്ഷൻ കൂടി അതിനകത്ത് പരിഗണിക്കണം. അപ്പോൾ എന്തെല്ലാം ഒത്തുതീർപ്പുകൾ ഉണ്ടായാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലല്ലോ. അല്ല മഞ്ജുഷ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ നമ്മുടെ കൂടെ പാനലിസ്റ്റ് ആയിട്ടുള്ള ജയരാജ് സാറിന് ക്രമവിരുദ്ധമായിട്ട് എന്തെങ്കിലും നടന്നോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ക്രമവിരുദ്ധമായിട്ട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് 1,72,00,000 രൂപ CMRL കമ്പനിയിൽ നിന്ന് മാസപ്പടിയായിട്ട് കൊടുത്തത്, വീണയ്ക്കും വീണയുടെ കമ്പനിക്കുമായിട്ട് കൊടുത്തിട്ടുള്ളത് മാസം 8 ലക്ഷം രൂപ വെച്ച് കൊടുത്തത് ക്രമവിരുദ്ധമാണെന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറഞ്ഞ ക്വാസി ജുഡീഷ്യൽ ഫോറത്തിന്റെ കണ്ടെത്തലാണ്. അതൊരു വിധിക്ക് തുല്യമാണ്, അതിലൊരു മാറ്റമില്ല. അവിടെ ക്രമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി
രണ്ടാമത്, ഇതേ കമ്പനി തന്നെ ക്രമവിരുദ്ധമായിട്ട് കമ്പനി അടച്ചുപൂട്ടിയതുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ ഫൈൻ ഈടാക്കിയിട്ടുണ്ട്. ഈ കമ്പനിയുടെ അഡ്രസ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് കമ്പനികാര്യ മന്ത്രാലയം ഇതിനെതിരെ ഫൈൻ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഈ കമ്പനി ക്രമവിരുദ്ധമായിട്ട് ചെയ്തിട്ടുണ്ട്, കമ്പനി നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ അറിവിലേക്ക് പറയുക, താങ്കൾ ഈ 4-5 മാസക്കാലത്തിനിടയ്ക്ക് പത്രമാധ്യമങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും. ഇനി 67 ലക്ഷം രൂപ സാലറി ആയിട്ട് കൊടുത്ത ഒരു കമ്പനിയിൽ വീണ തന്നെ സ്വന്തം പണമായിട്ട് 47 ലക്ഷം രൂപ ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അമ്മയുടെ പെൻഷൻ കാശ് കൂടാതെ എന്നുള്ള രീതിയിലാണ്. ഇത്രയും സാലറി കൊടുക്കുന്ന ഒരു കമ്പനിയിൽ പ്രതിവർഷം 11,000 രൂപയുടെ ഇന്റർനെറ്റ് ചാർജ് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അതായത് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് കരാറിലൂടെ പണം സ്വീകരിച്ചിട്ടുള്ളത്. കരാർ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇതേ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് ഈ വീണ വിജയൻ വീണ്ടും 78 ലക്ഷം രൂപ കടം വാങ്ങുന്നുണ്ട്. അത് യാതൊരു ഈടുമില്ലാതെ. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസ ലോണിന് ഈടില്ലാതെ ലോൺ കൊടുക്കാത്ത സാഹചര്യമുണ്ട്. അവിടെയാണ് വീണ വിജയനെ പോലെ ഒരാൾക്ക്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് യാതൊരു ഈടുമില്ലാതെ CMRL കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്ക് ബന്ധമുള്ള സ്ഥാപനത്തിൽ നിന്ന് വീണ്ടും പണം കൊടുക്കുന്നത്. ഇതൊക്കെ ക്രമവിരുദ്ധമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ കള്ളപ്പണം വെളുപ്പിച്ചോ അല്ലെങ്കിൽ ക്രമവിരുദ്ധമായിട്ട് നടന്നോ, അതൊക്കെ ഇനി വരുന്ന SFIO അന്വേഷണത്തിലാണ് നടക്കുന്നത്, അല്ലാതെ ആർഷോ നയിക്കുന്ന SFIയുടെ അന്വേഷണത്തിലല്ലല്ലോ ഇതൊക്കെ കണ്ടെത്താൻ പറ്റുക, അല്ലേ? അപ്പോൾ ആർഷോയോ SFIയോ MV ഗോവിന്ദനോ അന്വേഷിച്ചാൽ ഇത് കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ കണ്ടെത്തണം, അന്വേഷിക്കണം. ഇനി മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ക്രമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ നടന്നു, പണം കൈമാറ്റം ചെയ്തു, പണം വാങ്ങി, അഴിമതിക്ക് തുല്യമായിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ മാസങ്ങൾക്ക് മുമ്പ്, 1 വർഷത്തിനപ്പുറം നടന്നിട്ടുള്ള കണ്ടെത്തലിലുണ്ട്. അങ്ങനെ ഇരിക്കെ തന്നെ ഇത് അഴിമതിക്ക് തുല്യമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ CBI കൊണ്ട് അന്വേഷിക്കാം. അനധികൃതമായിട്ടുള്ള പണം കൈമാറ്റം നടന്നിട്ടുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കലിന് തുല്യമാണ്, അതിന് ടാക്സ് അടച്ചു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല, അത് EDയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ പല കാര്യത്തിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമാന്തം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SFIO അന്വേഷണത്തിലും ഈ 8 മാസം എന്നുള്ളൊരു കാലാവധി വരുമ്പോൾ ROCയുടെ അന്വേഷണം 4 മാസത്തിനുള്ളിൽ കൊടുക്കണമെന്ന് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുന്നതിന് അപ്പുറം SFIO അന്വേഷണം വരുമ്പോൾ വീണ്ടും ഒരു 4 മാസം കൂടി എക്സ്റ്റൻഷൻ കിട്ടുമ്പോൾ അതിൽ സംശയകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനെ നമ്മൾ വേറൊരു രീതിയിൽ പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ കൂടുതൽ അന്വേഷണം നടക്കട്ടെ, കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കപ്പെടട്ടെ. പക്ഷേ അവിടെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇന്നലെ AK ബാലൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പിണറായിക്കും കുടുംബത്തിനുമെതിരെ ഒരു വിധി ഉണ്ടാകില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് നിയമവ്യവസ്ഥ അവർക്ക് അനുകൂലമായിരിക്കും എന്ന് ഉറപ്പുണ്ട്. അതെങ്ങനെയാ ഒരു CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, ഉന്നതനായിട്ടുള്ള CPM നേതാവിന് പറയാൻ പറ്റുക? അന്വേഷണം നടക്കാൻ പോകുന്നേ ഉള്ളൂ, കോടതിയിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട വാദം നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പേ പിണറായിക്കും കുടുംബത്തിനും എതിരായിട്ടൊരു വിധി ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ അവർക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസിൽ RSSന് വേണ്ടിയിട്ട്, ഹൈന്ദവ സംഘടനകൾക്ക് വേണ്ടിയിട്ടൊക്കെ പോയിട്ടുള്ള വൈദ്യനാഥൻ എന്ന് പറഞ്ഞ വക്കീലിന് ഓൺലൈനിൽ വരാൻ വേണ്ടിയിട്ട് KSIDCയുടെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇറക്കുമ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട്. നമ്മുടെ നികുതി പണം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ KSIDCക്ക് 14% ഷെയറുള്ള ഒരു കമ്പനിയിൽ നിന്ന് കൊള്ളയടിച്ചതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് കൂടി നമ്മുടെ തന്നെ നികുതി പണത്തിൽ നിന്ന് 25 ലക്ഷം രൂപ എടുത്ത് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തോന്നിവാസം വേറെയുണ്ടോ? ഈ വാക്ക് അൺപാർലമെന്ററി ആണെങ്കിൽ താങ്കൾ ഒരിക്കൽ കൂടി ക്ഷമിക്കണം. അതിനേക്കാൾ വലിയൊരു തോന്നിവാസം ജയരാജ ഈ കേരളത്തിൽ നടക്കുവോ? അപ്പൊ അതിന് ഉത്തരം പറയേണ്ടതാരാ? അതാണ് ഞങ്ങൾ അന്വേഷണം നടക്കണം. മുഖ്യമന്ത്രിയുടെ കൈകൾ സുരക്ഷിതമാണ്, വൃത്തിയുള്ളതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, നന്ദി ശ്രീ ജിൻഡോ, ശ്രീ ഡോക്ടർ B ജയരാജ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ. പ്രൈം ഡിബേറ്റിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, SFIO അന്വേഷണം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടോ? അതെ എന്ന് 75% പ്രേക്ഷകർ, അല്ല എന്ന് 20%, നിഷ്പക്ഷം 5%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.